ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതെങ്ങനെ തിയറിയുമായിട്ട് കണക്ട് ചെയ്യും, അതെങ്ങനെ റിസർച്ചിലേക്കും കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം ചർച്ചയിലേക്ക് കഴിയുന്നില്ല, ബിക്കോസ് വി ആർ റണ്ണിങ് ലേറ്റ്. പക്ഷേ ഒരു പോയിന്റ്, അഞ്ജലി ഈ ഡെത്ത് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടു. ആ വോയിസ് നോട്ട് എനിക്കിപ്പോൾ ഡിഗപ്പ് ചെയ്യാൻ സമയമില്ല, കാരണം PhD ഗൈഡ് ആയതുകൊണ്ട് ഒരു 100 ആവലാതി അല്ലാണ്ടുള്ള സാധനങ്ങൾ ആ ചാറ്റിൽ കാണും. എനിവേ, അന്ന് അഞ്ജലി പറഞ്ഞത്, സർ അവർ മരിച്ചിരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്, ചിരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ, എനിക്ക് എങ്ങനെയാ അത്, ഷീ വാസ് അൺഏബിൾ ടു പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ്. ബട്ട് അപ്പം തന്നെ അവർ വോയിസ് നോട്ട് ഇട്ടു. അവരിങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ്, പക്ഷെ ഹാപ്പി ആയിട്ട് അങ്ങ് മരിച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ ഈ പറയുന്ന പോലെ അപ്പോഴത്തെ ഒരു കുറേ ഐഡിയാസ് വന്നു. എനിവേ, കമ്മിങ് ബാക്ക്, കണക്റ്റിംഗ് ഇറ്റ് ടു തിയറി ആൻഡ് റിസർച്ച്, കാൾ റോജേഴ്സിൻ്റെ പേഴ്സൺ സെൻട്രിക് കൗൺസിലിംഗ് അപ്രോച്ചാണ് സൈക്കോളജി പഠിച്ചവർ തലയാട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ മണ്ടത്തരല്ലാന്ന് തോന്നുന്നു. ഓൺ ബിക്കമിങ് എ പേഴ്സൺ, കാൾ റോജേഴ്സിൻ്റെ എക്സിസ്റ്റൻഷ്യലിസം, ഹ്യൂമനിസം, ഫിനോമിനോളജി എന്ന 3 കാര്യങ്ങൾ. നമ്മൾ ആ കാർട്ടീഷ്യൻ ഡ്യുവലിസം പറഞ്ഞു. കാർട്ടീഷ്യൻ ഡ്യുവലിസം ഹാസ് ക്രിയേറ്റഡ് എ സ്കിസം ഇൻ ബയോമെഡിക്കൽ പ്രാക്ടീസ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിഫിക്കും ഒരുപാട് കാര്യങ്ങൾ നോട്ട് സയൻറ്റിഫിക് എന്നുള്ള രീതിയിലേക്ക് മാറി. അനദർ ഡൈക്കോട്ടമി ഉണ്ട്, അത് ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്. നമുക്കെല്ലാം ഒബ്ജക്റ്റീവായിട്ട് വേണം, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ഓൾസോ മാറ്റർ. ഓക്കെ, certain things can be made objective to a certain extent, but everything that matters, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, everything that counts cannot be counted and everything that is counted may not count. സോ എല്ലാം അൾട്ടിമേറ്റ്ലി ഒബ്ജക്റ്റീവ് മാത്രമാക്കാനാണോ നമ്മുടെ ലക്ഷ്യം, അതോ എങ്ങനെയെങ്കിലും ആ സബ്ജക്റ്റിവിറ്റിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ലൈഫ് വേൾഡ് എന്ന് പറയുന്ന സാധനം വളരെ സബ്ജക്റ്റീവാണ്. എൻ്റെ ലൈഫ് വേൾഡ് അല്ല മാഡത്തിൻ്റെ ലൈഫ് വേൾഡ്, അതല്ല മാഡത്തിൻ്റെ ലൈഫ് വേൾഡ്, അതല്ല സാറിൻ്റെ ലൈഫ് വേൾഡ്. സബ്ജക്റ്റിവിറ്റി അവിടെ ഇന്നെവിറ്റബിളാണ്. ആൻഡ് ദാറ്റ് ലൈഫ് വേൾഡ് മാറ്റേഴ്സ്. ഒബ്ജക്റ്റീവായിട്ട് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിലയിരുത്തുമ്പോൾ എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിലൊരു വ്യതിയാനം വരണമെങ്കിൽ ആ ലൈഫ് വേൾഡ് ഓൾസോ നീഡ്സ് സം കൺസിഡറേഷൻ. അപ്പം അതിനകത്താണ് ഈ കാൾ റോജേഴ്സിൻ്റെ ഒരു അപ്രോച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുന്നത്. മെർലിയോ-പോണ്ടിയുടെ ചലഞ്ച് ഓഫ് Cartesian dualism and Merleau-Ponty's philosophy of the body as an enigma, body schema, body image. അഞ്ജലിയുടെ പല എക്സ്പീരിയൻസിൽ അതിലെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ബോഡി സ്കീമയിൽ നിന്നും ബോഡി ഇമേജിലേക്ക് മാറുന്നതും അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന അതിലുള്ള വ്യത്യാസവും എങ്ങനെ നമുക്ക്, സോ ദീസ് ആർ തിയറീസ് വിച്ച് വി ക്യാൻ എക്സ്പ്ലോർ ഫർദർ. ആൻഡ് കാൾ റോജേഴ്സിലെ ഫിനോമിനോളജിയിൽ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഗോ ടു അർഷ. Merleau-Ponty was also contributing a lot to phenomenology, followed by Husserl, Heidegger, Martin Heidegger, Edmund Husserl and Gadamer. Okay, Hans Georg Gadamer. Gadamer wrote extensively about theory and method, and he wrote about biomedical practice. 100 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കാണെങ്കിൽ ഇന്ന് വായിച്ചാൽ വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് മെഡിസിൻ ടുഡേ. ഹി ടോക്സ് അബൌട്ട് മെഡിസിൻ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ടെക്നോസെൻട്രിക്. ആ പുസ്തകം എന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതിപ്പോൾ എഴുതിയത് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ഗഡാമർ ഈസ് കോളിംഗ് ഫോർ എ ഫിനോമിനോളജിക്കൽ അപ്രോച്ച് ടു മെഡിസിൻ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് എടുക്കും, സയൻസ് എലിസിറ്റ് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും, ആൻഡ് ദെൻ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയി, തെറാപ്പി ആയി, അതിൻ്റെ ഫോളോ അപ്പ് മോണിറ്ററിങ് ആയി. ഓക്കെ, ആൻഡ് വി ഡു ഇറ്റ് ഇൻ എ വെരി ഒബ്ജക്റ്റീവ് വേ. ഓക്കെ, ബട്ട് വെൻ വി ഡു ദിസ് ദർ ഇസ് സം നെഗ്ലെക്റ്റ് ഓഫ് ദി ലൈഫ് വേൾഡ്, ദ പേഴ്സൺ ആൻഡ് ദ ലൈഫ് വേൾഡ്. It's not intentional. I don't think any doctor will say that I am going to neglect the person and look at the case. പക്ഷെ നമ്മൾ എമർജ് ചെയ്ത സയൻസും ഡിസിപ്ലിനും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ടു പുട്ട് ദ പേഴ്സൺ ബാക്ക്, ഒരു ഫിനോമിനോളജിക്കൽ അപ്രോച്ച് ടു മെഡിസിൻ. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ആക്ച്വലി റിട്ടൺ. ദർ ആർ സം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ വേൾഡ് ദാറ്റ് ട്രൈ ടു പ്രാക്ടീസ് ഫിനോമിനോളജിക്കൽ മെഡിസിൻ, ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ക്രിട്ടീക്കിംഗ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദി ഫിനോമിനോളജിക്കൽ മെഡിസിൻ അപ്രോച്ച്. ഇൻ എനി കേസ്,
ഈ ഫിനോമിനോളജി എന്താണ്? ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു തിയററ്റിക്കൽ സെൻറ്റൻസ് പറഞ്ഞിട്ട് ഐ വിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ നെക്സ്റ്റ് സ്പീക്കർ. ഫിനോമിനോളജി ഈസ് ആൻ അപ്രോച്ച് വെയർ വി ലിസൺ ടു ദ ലിവ്ഡ് എക്സ്പീരിയൻസ് ബിഫോർ ഇൻ്റർപ്രറ്റിംഗ് ഇറ്റ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ആ രീതിയിൽ തന്നെ കേൾക്കുക. ബൈ ഡിഫോൾട്ട് വി ആർ ട്രെയിൻഡ് ടു ഇൻ്റർപ്രറ്റ്. ആങ്കോവി സോസ് പസ് എന്താ നമ്മൾ പറയുക? ചെറി റെഡ് കളർ സ്പൂട്ടം എന്താ നമ്മൾ പറയുക? ചെറി റെഡ് അല്ലേ? വി ആർ ഓൾ ട്രെയിൻഡ് ടു ലിങ്ക് certain things in a certain way and interpret it in a certain way. Prior to this interpretation, first listen. അതാണ് ഫിനോമിനോളജി. ഫിനോമിനോളജി is an approach before we kind of ഒരു ലാംഗ്വേജ് ആൾക്കാർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൾക്കാരാണ് ഫിനോമിനോളജി അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നത്. അവർ ഒരു സെൻറ്റൻസ് എടുത്ത് ആ സെൻറ്റൻസിന് 2 പാർട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ റിമോട്ട്, അല്ലെങ്കിൽ ദ റിമോട്ട് ഈസ് വൈറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ദ റിമോട്ട് ഈസ് വൈറ്റ് പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, ദ റിമോട്ട് ഈസ് വൈറ്റ്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്. ഒരു കാര്യത്തിനെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ദിസ് ഇസ് എ കേസ് ഓഫ് HOCM, ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് ഉള്ളതിന് മുമ്പ് ദിസ് പേഴ്സൺ ഈസ് മെൻഷനിങ് ദിസ് എന്നുള്ള രീതിയിൽ. സോ ബിഫോർ വി സ്റ്റാർട്ട് റൈറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ലൈക്ക് ഇൻ ദ സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഫോം, വാട്ട് ഈസ് ദി എക്സ്പീരിയൻസ് ആസ് ദേ സേ ദിസ്. അപ്പോൾ ഞാൻ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസിയിൽ ട്രിവാൻഡ്രത്ത് GH ജോയിൻ ചെയ്യുമ്പോൾ തരിയൻ സാറായിരുന്നു അന്ന് ഹെഡ്. സാറ് റിട്ടയർമെൻറ്റ് തൊട്ട് മുമ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സാറ് റിട്ടയർമെൻ്റ് ആയില്ലേ, നല്ല മനുഷ്യനാണ്, പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നുമില്ല, ഭയങ്കര ജെം ഓഫ് എ പേഴ്സൺ. ഓക്കെ, സാറ് എഴുതും, പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻസ് ഓഫ് വെപ്രാളം. മറ്റൊരു പേഷ്യൻ്റ് കംപ്ലയിൻസ് ഓഫ് തിരുവനന്തപുരം ഭാഷയാണ്, തനി തിരുവനന്തപുരമാണല്ലോ, തലയ്ക്കകത്ത് എന്തരോ വാർഡും പോലെ. സാറത് അതുപോലെ എഴുതും. അപ്പോൾ നമ്മൾ ഇൻറ്റേൺസൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും. സാറ് പിന്നെ റിട്ടയർ ചെയ്ത് പോവല്ലേ, എന്ത് വേണേൽ എഴുതാം. നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്, ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്, പാസ്റ്റ് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ഇത് പിക്കിൾ, ഓക്കെ, ജനറൽ എക്സാമിനേഷൻ, സിസ്റ്റമിക് എക്സാമിനേഷൻ. സാർ ആദ്യമേ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിക്കിക്കും ചിരിക്കും, ഇതെങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് സാറ് ഒരു കണക്കിന് ഫിനോമിനോളജിക്കൽ മെഡിസിൻ അല്ലേ പ്രാക്ടീസ് ചെയ്തത്. പേഷ്യൻറ്റിന് അവിടെ നെഗ്ലക്റ്റ് ഒന്നുമില്ല, സാർ അതിന് ശേഷം ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പക്ഷേ പേഷ്യൻ്റ് പറയുന്ന വാക്കുകൾ അതേ രീതിയിൽ അവിടെ എഴുതി വയ്ക്കും. ഓക്കെ, സോ വൺ തിങ് വി ഹാവ് ടു റിയലൈസ് ഇസ് ദാറ്റ് പീപ്പിൾ ഹു ആർ കമ്മിങ് ആൻഡ് സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ്, ഓക്കെ, അവരുടെ ലൈഫ് വേൾഡ് പറഞ്ഞു. ഈ സ്ട്രോക്ക് വരുമ്പോൾ മാത്രമൊന്നുമല്ല എക്സിസ്റ്റൻഷ്യലിസം. ഓൾ ഓഫ് എസ് വി എക്സിസ്റ്റ്, വി ആർ ഹ്യൂമൻസ്. അതാ ഞാൻ പറഞ്ഞത്, അഞ്ജലി കൃഷ്ണൻ ഇസ് നോട്ട്, നൺ ഓഫ് us ആർ ട്രീസ്, നോ, വി ആർ ഓൾ ഹ്യൂമൻസ്, വി എക്സിസ്റ്റ് ആൻഡ് വി ഹാവ് ലിവ്ഡ് എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ് വേൾഡ്സ്. ഓക്കെ, അപ്പോൾ സ്ട്രോക്ക് വരുമ്പോൾ മാത്രമല്ല ഇതിനൊരു അടി വരുന്നത്. ഏത് അസുഖം വന്നാലും ഇത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. Okay, and we are thinking in terms of diagnosis most of the time, but if we think of the person, what is the person experiencing? The person is suffering. So what is this suffering, and should we consider the suffering? Should we aim for a diagnosis? Diagnosis ചെയ്യേണ്ടതെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഡയഗ്നോസിസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര സഫറിങ് ആണെന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. എന്താണ് ഈ സഫറിങ്? സോ വാട്ട് അർഷ വാസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്, വിത്ത് ദാറ്റ് ഐ വിൽ ജസ്റ്റ് കൺക്ലൂഡ് ദ പ്രീ-ലഞ്ച് സെഷൻ, ഈസ് ദാറ്റ് what is suffering? And we look at disease. Okay, we talk about epidemiology of cardiovascular diseases, stroke, and we listen to Anjali talking about post-stroke rehabilitation. There is life after stroke, the lived experiences matter. Okay, and we can have a person-centric rehabilitation rather than a case-based rehabilitation. No, our goal not being improving muscle power from 3 to 4, but rather 3 to 4 for doing what means something to them. That requires a shared goal setting. So that's a very important approach in a person-centric
phenomenological approach to rehabilitation. Many of the patients who are coming for many of the diseases, they have what Lancet Commission now calls serious health related suffering, and the conditions listed for SHS are listed there and the definition is there. But suffering is much more than that, as Arsha tried to say, that suffering is very, very nuanced and it depends not just on the biopsychosocial. It may also be on how people look at this person and how that person gives meaning to suffering. But in Arsha's narrative, there is also hope. Okay, so we may be having a lot of suffering. It's a diminishing of self. We are, Anjali talked about well-being and having all these, and how she's fallen in love with herself in this process. So there is this self-discovery that each of us will have at some point in life, where we are finally come to terms with who we are and we are okay with that, and this self starts getting diminished, and that's when we have suffering. Okay, so when there is a patient with a diagnosis of some condition, that is one thing. When it's so there is a palliative care provider, they very, very kind of അത്യാവശ്യം നല്ല തണ്ടുള്ള 5-6 ലേഡി ഡോക്ടേഴ്സിൻ്റെ കഥയാണ് ഞാനീ പറയുന്നത്. അവരെല്ലാവരും കിംസ് ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിന് മറ്റേ ഇത് ഡോക്ടേഴ്സിന് ദർ ഇസ് എ റിഡക്ഷൻ ഫോർ ദാറ്റ്. ഓക്കെ, and they all decided one day, they were always partying in the sense going to places, cinema കാണാൻ പോകും, ഇടയ്ക്ക് മക്കളെയും കൂടെ കൊണ്ടുപോകും, പക്ഷേ മിക്കവാറും മക്കളെ ഭർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും. ആൾക്കാരാ, they were having fun. One day they all decided that ഇവർ ഇത്ര സർവൈക്കൽ ക്യാൻസർ കാണുകയാണ്, ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക്. അപ്പം നമ്മൾ ഇത്രയും പറയുന്നുണ്ട്, നമ്മൾ ആരും ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, ഇവിടെ വാ, ഞാൻ റിഡക്ഷന് ചെയ്തു തരാം. എന്നിട്ട് 5 പേരും ചെയ്തു. പക്ഷെ 5 പേരും ചെയ്തത് അതേ ഡോക്ടറിൻ്റെ പേരില്ല. ഓക്കെ, കാരണം അപ്പോൾ 5 തവണ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൺ പേപ്പർ ആ ഡോക്ടർ 5 പാപ്സ്മിയർ സെയിം ഡേ എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ആരും പറയത്തൊന്നുമില്ല, നമുക്കങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഐ മീൻ ദർ ആർ വെരി കൈൻഡ് ഓഫ് സ്മാർട്ട് സെറ്റ് ഓഫ് പീപ്പിൾ. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ ഒരാൾക്ക് ഒരു എൻഡോമെട്രിയൽ അഡിനോകാർസിനോമയുടെ സെൽസ് കുറച്ച് കണ്ടു. വെരി വെരി മൈൽഡ് ബിനൈൻ കണ്ടീഷനാണ്. നാട് മുഴുവൻ ഓടി നടന്ന് പാലിയേറ്റീവ് കെയർ കൊടുത്തിരുന്ന ഡോക്ടറാണ്. ഈ ഡയഗ്നോസിസ് വന്നതോടെ സഡൻലി ഷീ നോ ലോങ്ങർ കുഡ്. അവരുടെ ഈ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിൽ അംഗമല്ലാണ്ടായി. പാലിയേറ്റീവ് കെയർ ഇനിയിപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് മീനിങ് ചേഞ്ച്ഡ്. ആ ഡോക്ടർ പറയുന്നത് എത്രയോ പേരോട് ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ക്ലാസ് എടുക്കലും ഒക്കെ ചെയ്തിരുന്നതാണ്. ബട്ട് ദ മീനിങ് ചേഞ്ച്ഡ്. ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു കം ബാക്ക്. ആൻഡ് പ്രാക്ടീസ്. എനിക്ക് ഐ ഡോണ്ട് നോ, സംതിങ്സ് ചേഞ്ച്ഡ് എന്നുള്ളത്. ആൻഡ് ഷീ സ്റ്റോപ്ഡ് കോണ്ടാക്റ്റിങ്. പിന്നീടൊക്കെ ആരോ വിളിച്ചു, ഓക്കെ ആണോ, കുഴപ്പമൊന്നുമില്ല, ഹിസ്റ്ററക്ടമി ചെയ്ത് എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷേ വീട്ടിലോട്ടങ്ങ് ഒതുങ്ങി, മക്കളെ നോക്കി ജീവിക്കുക. ഇപ്പം എന്താ അവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ട് ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്തു. സോ മീനിങ്സ്, ഓക്കെ, എത്ര നമ്മൾ ബയോമെഡിക്കൽ ചെയ്ത് വെച്ചാലും ഫോർ ഈച്ച് പേഴ്സൺ ദ മീനിങ് ഈസ് ഡിഫറെൻറ്റ്. സോ സഫറിങ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പേഴ്സൺ. ബയോമെഡിക്കലി നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്നോസിസ് ഉള്ള കാർസിനോമ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചു, ഹിസ്റ്ററക്ടമി ചെയ്തു, ഷീ ഈസ് അബ്സല്യൂട്ട്ലി ക്യാൻസർ ഫ്രീ. എന്തുകൊണ്ട് തിരിച്ച് പഴയതുപോലെ വന്നൂടാ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ആളുടെ തലയിൽ കൂടെ പോകണത് എന്താണെന്ന് ആൾക്കേ അറിയാവുള്ളൂ. നാളെ ഇനി വന്നൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാനുള്ള ഒരു ഇതും, ഇവരെല്ലാവരും ഭയങ്കര ഒരു ചട്ടമ്പി ഒരു രീതിയിലാണ് നമുക്ക് ഒരു ഡോക്ടറുടെ കെയർ ഓഫിൽ 5 പാപ്സ്മിയർ അങ്ങ് ചെയ്യാമെന്നൊക്കെ വെച്ച് അവരൊക്കെ അത് ഭയങ്കര തമാശയായിട്ട് ലൈറ്റായിട്ടും ഒക്കെ ആണ് ചെയ്തത്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈബ് മൊത്തത്തിൽ ആ ഗ്രൂപ്പിന് പോയി. ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒതുങ്ങി മാറി. സോ പീപ്പിൾ, their experiences matter, and maybe we have to think how
മെഡിക്കൽ പ്രാക്ടീസ് ക്യാൻ ഓൾസോ ഇൻകോർപ്പറേറ്റ് ഇൻ സം വേ. ദർ ആർ ചലഞ്ചസ്, ടൈമിൻ്റെ ചലഞ്ചസ് ഉണ്ട്, ടാർഗറ്റ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്, ഹ്യൂമൻ റിസോഴ്സിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇസ് ദർ സം വേ വി ക്യാൻ ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് വി ഹാവ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് us who are suffering. And we, the doctors, the healthcare providers, are the ones who are going to see them more than maybe their family members will see them more. പിന്നെ കാണാൻ പോകുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സാണ്. ഒത്തിരി സഫറിങ് അവിടെയാണ്. പക്ഷേ സഫറിങ്ങിന് മീനിങ് വന്നു കഴിഞ്ഞാൽ ആ സഫറിങ് ഏറെക്കുറെ വി ആർ നോട്ട് എയിമിങ് ഫോർ പെർഫെക്ഷൻ. ബയോമെഡിസിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോർമേറ്റീവ്. ദർ ആർ സെറ്റ് ഓഫ് നോംസ്. ഫീവർ എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്, 150 പേജ് ഹാരിസണിലുണ്ട്. ഭയങ്കര നോംസാണ് എല്ലാ കാര്യത്തിനും, വിച്ച് ഇസ് ഗുഡ് ആൻഡ് യൂസ്ഫുൾ. പക്ഷേ ഈ നോർമിലേക്ക് എങ്ങനെ എത്തിക്കാം? ദീസ് ആർ ദ നോംസ് ഫോർ ഹെൽത്ത്, ദീസ് ആർ ദ നോംസ് ഫോർ അസസ്മെൻറ്റ്, ദീസ് ആർ ദ നോംസ് ഫോർ ട്രീറ്റ്മെൻറ്റ്. ആൻഡ് വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ഇപ്പോൾ കൊഗ്നിറ്റീവ് ഫങ്ഷൻ അസസ് ചെയ്യുകയാണെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ന്യൂറോ സൈക്കോളജി ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് സെക്ഷൻസ് ഉള്ള MRI ചെയ്യണം, പറ്റിയ എന്തെങ്കിലും MRI എവിടെയെങ്കിലും കണ്ടാൽ ഹിസ്റ്റോപത്തോളജിയും കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഒരു ജെനറ്റിക് സ്റ്റഡി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, കുറഞ്ഞതൊരു APOE4, പക്ഷേ ആക്ച്വലി വേറെ ഒരു 20 അലീൽ ലിറ്ററേച്ചർ സെർച്ച് ചെയ്താൽ കിട്ടും കോഗ്നിറ്റീവ് ഫങ്ഷനുമായിട്ട്. അതും എല്ലാം ചെയ്ത് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞും കോഗ്നിറ്റീവ് അസസ്മെൻറ്റ് ചെയ്തോ അൽഷിമേഴ്സ് എപ്പോൾ വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് ടെക്നോളജിയും നോളജ് ഇങ്ങനെ കൂടി വരിക, നമ്മുടെ സാധാരണക്കാർക്ക് അങ്ങോട്ട് ആസ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് ക്യാൻ വി ഡു? അവരുടെ സഫറിങ് എന്താണെന്ന് തിരിച്ചറിയും. ഇഫ് വി ക്യാൻ ഇൻ സം വേ ഗെറ്റ് ദം ടു റെക്കൺസൈൽ ആൻഡ് ഫൈൻഡ് മീനിങ്. അഞ്ജലി പറഞ്ഞ കഥ പോലെ ദേ മേ റിമൈനിങ് റദർ ദാൻ ആഡിങ് ഇയേഴ്സ് ടു ലൈഫ് ടു ഇയേഴ്സ് എന്നൊക്കെ നമ്മളെല്ലാവരും ക്ലീഷേഴ്സ് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ദാറ്റ് ക്യാൻ ബി ഡൺ. Serious health related suffering, people are trying to quantify it. Suffering adjusted life year എന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ, സഫറിങ് ഫ്രീ ലൈഫ് ഇയർ മെഷർ ചെയ്യാനുള്ള എഫേർട്സ് ഗ്ലോബലി നടക്കുന്നുണ്ട്. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് വെയർ വി ആർ ലുക്കിംഗ് അറ്റ് ദിസ് സബ്ജക്റ്റീവ് തിങ്. ആൻഡ് ഇവാൻ ഇല്ലിച്ചിൻ്റെ കേസിൽ ഡെത്ത് ഓഫ് ഇവാൻ ഇല്ലിച്ച് ബൈ ലിയോ ടോൾസ്റ്റോയ്, ഇറ്റ്സ് എ നോവല്ല, പെട്ടെന്ന് വായിച്ച് തീരാൻ. ഹൗ നമ്മുടെയൊക്കെ ജീവിതം പോലത്തെ ജീവിതമാണ് ആ മെയിൻ ക്യാരക്ടറിൻ്റെ. പക്ഷേ ആ അസുഖം വന്ന് കിടപ്പായതോടെ ജോലി അതിൻ്റെ മീനിങ് പോയി, കുടുംബം അതിൻ്റെ മീനിങ് പോയി, വീട് അപ്പുറത്തെ വീട് പോലെ തന്നെ ഇപ്പുറത്തെ എൻ്റെ വീട് വെച്ചു, അവർ ചെയ്ത പോലെ ഇൻറ്റീരിയർ ഞാനും ഇൻറ്റീരിയർ ചെയ്തു. ഇതെല്ലാം അങ്ങ് പുള്ളിക്ക് പൊള്ളയെ. ഇൻ എ വേ ഹീ ആൻഡ് ബിക്കോസ് ഓഫ് ബീങ് അൺഏബിൾ ടു tick all the boxes anymore, he was suffering, but then he transcended that, and finally when he died peacefully. That is the message Leo Tolstoy is trying to say. Kafka വായിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നമുക്കൊരു Kafkaesque is something which drives us a bit crazy, but the more concerning thing is the more we read about Grigor, ആ ഇൻസെക്റ്റ് എന്നുള്ളത് മാറ്റി ഒരു ഡയബറ്റിക് ഫുഡുള്ള സാധനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഫിറ്റ്സ് പെർഫെക്റ്റ്ലി. സ്ട്രോക്ക് സർവൈവർ അവിടെ ഇട്ട ക്യാൻസർ സർവൈവർ അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഫിറ്റ്സ് സോ പെർഫെക്റ്റ്ലി, ആൻഡ് ദാറ്റ് ഈസ് കൺസേണിങ്. ഓക്കെ, ആൻഡ് ദെൻ വിക്ടർ ഫ്രാങ്കലിൻ്റെ മീനിങ് പറഞ്ഞു. ഇഫ് പീപ്പിൾ ആർ ഏബിൾ ടു ഫൈൻഡ് സം മീനിങ്, സോ ദാറ്റ് ഈസ് വെയർ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ പേഴ്സൺ സെൻട്രിക് phenomenological medicine approach. If we can find these, we are not here to solve all their problems. We can't solve structural problems like poverty. ഒരു ഡോക്ടർ എന്ത് ചെയ്യും പോവർട്ടിക്ക്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡോക്ടറിന് പോവർട്ടി മാറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. ഹെൽത്ത് സിസ്റ്റം വിചാരിച്ചാലും പോവർട്ടി പോകാൻ പോകുന്നില്ല. അത് സ്ട്രക്ചറൽ ചേഞ്ചസ് വേണം. സ്ട്രക്ചറൽ ചേഞ്ചസ് വേണ്ടത് പോളിസി മേക്കേഴ്സ്, പവർ ആരുടെ കയ്യിലിരിക്കുന്നോ അവർ ചെയ്യണം. സിസ്റ്റംസ് മാറണം. അതൊന്നും ഡോക്ടർമാർക്കോ കമ്മ്യൂണിറ്റി മെഡിസിനോ ആയാലും കാര്യമൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് ഇവരുടെ ലൈഫിൽ അവർക്ക് മീനിങ് കണ്ടെത്താൻ ഇച്ചിരി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു. സോ കമ്പാഷൻ, വാട്ട് വി ആർ ട്രൈങ് ടു സേ ഇസ് നോട്ട് അയ്യോ പാവം. ദാറ്റ് ഇസ് ദ ഓൺലി തിങ് വി ആർ ട്രൈങ്. അയ്യോ പാവം, കഷ്ടം കേട്ടോ, ഷോ, അതല്ല കമ്പാഷൻ. ആ വ്യക്തിയെ കാണുക, തിരിച്ചറിയുക,
ആ വ്യക്തിയുടെ സഫറിങ്ങിൻ്റെ ആഴം മനസ്സിലാക്കുക, ആ വ്യക്തി വെൽബീയിങ്ങിൽ നിന്നും എത്രമാത്രം അകന്നു, ആ വ്യക്തിക്ക് വെൽബീയിങ് എന്താണ്, ആ വെൽബീയിങ്ങിൽ നിന്ന് എത്രമാത്രം അകന്നു, എന്ത് നമുക്ക് സാൽവേജ് ചെയ്യാൻ പറ്റും, അർത്ഥവത്തായ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമ്മുടെ MBBS സ്റ്റുഡൻസ്, നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസ്, നമ്മുടെ ഹെൽത്ത് അലൈഡ് പ്രൊഫഷണൽസിന് എന്ത് സ്കില്ല് വേണം, ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. സോ വി ആർ ഓൺലി സ്റ്റാർട്ടിങ് ഔട്ട് ദീസ് കോൺവെർസേഷൻസ്, ഹോപ്പിംഗ് ദാറ്റ്, ആൻഡ് വി ഹാവ് എൻ എക്സലൻറ്റ് പാലിയേറ്റീവ് കെയർ network in the state already doing many of these things. So we don't need to look far for good examples. Okay, so I think I'll stop there. So nammalivide compassion, like I say again, ayyo pavam alla compassion. So compassion is, see now I hope at least we can say that compassion is integral, especially when we are working with people with suffering, people with multiple vulnerabilities. Compassion is an integral part. I think I want to argue that compassion consider cheyyand oru medical practice is never complete എന്നാണ്. കമ്പാഷൻ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിചാരിക്കുന്ന അത്ര ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നമ്മൾ വി ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ലൈക്ക് വി ടോക്ക് എക്സ്റ്റെൻസീവ്ലി അബൌട്ട് ആൻഡ് ഡു റിസർച്ച് ഇൻ വെരി ബയോമെഡിക്കൽ തിങ്സ്, ലോജിസ്റ്റിക് റിഗ്രഷനും ഒക്കെ ഒരുപാട് ചെയ്യുന്ന പോലെ നമുക്ക് കമ്പാഷനിലും we can do things. We can link it to patient outcomes. There are many patient reported outcome measures, PROMs, patient reported experience measures, PRAMES എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫിന് WHO QOL BREF ഉണ്ട്, EQ5D5L ഉണ്ട്, Eurocall whole series of tools which are trying to look at the situation of the patient. And EQ5D, the Eurocall tools have a good combination of the objective and the subjective. So I think there's a lot of scope for all of us in our daily practice and research to slowly incorporate some elements of this. For the next talk,